വയനാട് മാനന്തവാടിയിൽ നരഭോജി കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട രാധയുടെ മൃതദേഹം സംസ്കരിച്ചു. മീൻമുട്ടി താറാട്ട് ഉന്നതി കുടുംബ ശ്മശാനത്തിലായിരുന്നു സംസ്കാരം. അതേസമയം നരഭോജി കടുവയ്ക്കായുള്ള തെരച്ചിൽ തുടരുകയാണ്. ദൗത്യത്തിന് കൂടുതൽ RRT സംഘം എത്തുന്നുണ്ട്. വിവരങ്ങളും വിശദാംശങ്ങളുമായി അവിടെ നിന്നും ഞങ്ങളുടെ പ്രതിനിധി ജോഷില ചേരുകയാണ്. ജോഷില, സംസ്കരിച്ചിരിക്കുന്നു രാധയുടെ മൃതദേഹം. ഒപ്പം എന്തൊക്കെയാണ് തെരച്ചിലിലെ പുതിയ മാനങ്ങൾ? അജിംഷാദ്, രാധയുടെ മൃതദേഹം അല്പസമയം മുമ്പാണ് വീടിനടുത്തുള്ള കുടുംബ ശ്മശാനത്തിൽ സംസ്കരിച്ചത്. സമൂഹത്തിലെ വിവിധ മേഖലകളിൽ നിന്നുള്ള ആളുകൾ, രാഷ്ട്രീയ പ്രതിനിധികളടക്കം, മന്ത്രി OR കേളു അടക്കമുള്ള ആളുകൾ, അതുപോലെ തന്നെ CPM ജില്ലാ സെക്രട്ടറി റഫീഖ് അടക്കമുള്ള ആളുകൾ ഇവിടേക്ക് എത്തിച്ചേർന്നിരുന്നു. അതേസമയം തന്നെ കടുവയെ പിടികൂടാനുള്ള ദൗത്യം വനംവകുപ്പ് വളരെ ഊർജിതമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. 38 ക്യാമറകളാണ് നിലവിൽ സ്ഥാപിച്ചിരിക്കുന്നത്. ഞാനിപ്പോഴുള്ള പ്രിയദർശിനി എസ്റ്റേറ്റിന് സമീപത്ത് തന്നെ കടുവ ഉണ്ട് എന്നുള്ള വിവരങ്ങളാണ് വനംവകുപ്പിന് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത്. 6 ലൈവ് സ്ട്രീം ക്യാമറകൾ കൂടി പുതുതായി സ്ഥാപിക്കും എന്നുള്ള കാര്യവും വനംവകുപ്പ് അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ക്യാമറകളിൽ കടുവയുടെ ചിത്രം പതിഞ്ഞു എന്നുള്ള പുതിയ വിവരം കൂടി നോർത്തേൺ സർക്കിൾ CCF ദീപ ഞങ്ങളോട് കൈമാറിയിട്ടുണ്ട്. ഈ 38 ക്യാമറകളിൽ പലതിലും കടുവയുടെ ചിത്രം പതിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ സർവേയിൽ ഉൾപ്പെടുന്ന കടുവയല്ല എന്നുള്ള ഒരു സംശയം വനംവകുപ്പിനുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ചിത്രങ്ങൾ ഒക്കെ തന്നെ താരതമ്യ പഠനത്തിന് വിധേയമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഈ ഒരു സർവേയിൽപ്പെട്ട അല്ലെങ്കിൽ ഫോറസ്റ്റിന്റെ കണക്കിൽപ്പെട്ട കടുവയല്ല, പുതുതായി വന്ന കടുവയാണോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും സംശയമുണ്ട്. മാത്രമല്ല, കടുവയെ പിടികൂടാനുള്ള ദൗത്യം എന്ന് പറയുന്നത് കടുവയെ വെടിവെച്ച് കൊല്ലാനുള്ള ഉത്തരവ് ഉണ്ടെങ്കിൽ കൂടി 4 തരത്തിലുള്ള ദൗത്യം ഇതിന് പിന്നെ നടപ്പിലാക്കേണ്ടതുണ്ട്. കാരണം 72-ലെ കേന്ദ്ര വനം നിയമമാണ് നടപ്പിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ രാധയെ കൊന്ന കടുവ തന്നെയാണോ ഇത് എന്നുള്ള കാര്യം ആദ്യം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. അത്തരത്തിലുള്ള എല്ലാ സന്നാഹങ്ങളും, അതുപോലെ തന്നെ കടുവ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാതിരിക്കാനുള്ള എല്ലാ സന്നാഹങ്ങളും ഇപ്പോൾ വനംവകുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും കടുവയെ പിടികൂടാനുള്ള ഒരു ദൗത്യം എന്നുള്ള നിലയിലാണ് പ്രാഥമിക ദൗത്യം ഇവർ ഏറ്റെടുത്തിരിക്കുന്നത്. ശരി, വയനാട്ടിലെ സമഗ്രമായ വിവരങ്ങളാണ് ഞങ്ങളുടെ പ്രതിനിധി ജോഷില നൽകിയത്.